ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ആദ്യ ബേക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്രിസ്മസ് സീസണിൽ നിങ്ങളുടെ മധുരമുള്ള സന്തോഷം കൂട്ടാൻ ഞാൻ ഒരു കിടിലം പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 1 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് 1.5 കപ്പ് മൈദയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അത് 1.5 ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പ്ലം മസാലയാണ്. അത് 1 ടീസ്പൂണാണ് വേണ്ടത്. ഗ്രാമ്പൂ, ജാതിക്ക, പട്ട, ഏലക്ക ഇത് 4ഉം കൂടെ പൊടിച്ചതാണിത്. നല്ലപോലെ അരിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് 1.5 കപ്പ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദയിൽ നിന്നും 2 ടീസ്പൂൺ ഇട്ട് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. ഇത് നിങ്ങൾ ഉറപ്പായി ഇങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ അടിയിലായി പോവും. ഇനി ഇതിൽ 3 മുട്ടയാണ് വേണ്ടത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയാണ് വേണ്ടത്. അത് 1 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായി പൊടിച്ചതാണ്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അത് 1/2 കപ്പ് ഒഴിക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യരുത്. ഇനി ക്യാരമലാണ് വേണ്ടത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്യാരമലാണ്. അത് 1/4 കപ്പ് ക്യാരമൽ എടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദ നമുക്ക് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതും കുറേശ്ശെ ഇട്ട് പയ്യെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. 300 ഗ്രാമിൻ്റെ കേക്കും 1/2 കിലോയുടെ കേക്കും. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം.
ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. $180°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കിടിലം പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.